തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നാം കടക്കുകയാണ്. ജഗന്മാർഗം, ജഗത്തിൻ്റെ മാർഗം എന്നാണ് തർജ്ജിമ തിരുവല്ലം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ സഹമാർഗം എന്നാണ് തിരുമൂലദേവൻ കൊടുത്തിരിക്കുന്നത്. സഹമാർഗം എന്നുള്ള തമിഴ് വാക്കാണ്. അതിൻ്റെ ശരിക്കുമുള്ള മലയാള ട്രാൻസ്ലേഷൻ സഖമാർഗം എന്നാണ്. സഖമാർഗം എന്ന് വെച്ചാൽ സുഹൃത്ത്, സഖാവ് സുഹൃത്ത്. ആ സുഹൃത്തിൻ്റെ മാർഗം, ശിവനോട് ഒരു സാധകൻ ഒരു സുഹൃത്തിൻ്റെ ഭാവത്തിൽ, സഖാവിൻ്റെ ഭാവത്തിൽ പെരുമാറുകയും ആരാധിക്കുകയും സത്യസാക്ഷാത്കാരത്തിലേക്ക് ഒരു സുഹൃത്ത് എപ്രകാരമാണോ ഒരു സാധകനെ കൈപിടിച്ചുയർത്തുന്നത്, അതുപോലെ ശിവൻ സാധകനെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു കൂട്ടുകാരൻ എന്താണോ തൻ്റെ സുഹൃത്തിന് ചെയ്തു കൊടുക്കുന്നത്, അതേപോലെയാണ് ഭഗവാൻ ഇവിടെ സാധകന് ചെയ്തു കൊടുക്കുന്നത്. സാധകൻ്റെ ഭക്തി എന്നുള്ളത് ഒരു സഖമാർഗത്തിലുള്ള ഭക്തിയാണ്. അതായത് ഒരു കൂട്ടുകാരനോട് എത്രത്തോളം ഫ്രീഡം എടുക്കാമോ അത്രത്തോളം ഫ്രീഡം എടുക്കാൻ ഒരു സഖമാർഗ സാധകന് കഴിയും. അപ്പോൾ വളരെയേറെ സുഹൃത്ത് ബന്ധം ശിവനുമായിട്ട്, പ്രത്യേകിച്ചും വ്യക്തിപരമായ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് തമിഴകത്തെ 63 ശിവയോഗികളിൽ ഏറ്റവും പ്രധാനിയായ സുന്ദരമൂർത്തി സ്വാമികളാണ്. സുന്ദരമൂർത്തി സ്വാമികൾക്ക് ശിവനോട് ഒരു സുഹൃത്ത് എന്ന മട്ടിലുള്ള ഒരു ഭാവമാണ് ഉണ്ടായിരുന്നത്. ചേക്കിഴാരുടെ പെരിയ പുരാണത്തിൽ 63 ശിവയോഗികളെ പറ്റി പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സുന്ദരമൂർത്തി സ്വാമികൾക്കാണ്. മാത്രമല്ല, സുന്ദരമൂർത്തി സ്വാമികളുടെ ജീവചരിത്രമാണ് ആദ്യമായി തന്നെ കൊടുക്കുന്നത്. അതുപോലെ അവസാന ഭാഗത്ത്, ചേക്കിഴാരുടെ പെരിയ പുരാണത്തിൻ്റെ അവസാന ഭാഗത്ത് സുന്ദരമൂർത്തി നായനാരുടെ കൈലാസയാത്രയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് പെരിയ പുരാണം അവസാനിക്കുന്നത്. മാത്രമല്ല, ചേക്കിഴാർക്ക് പെരിയ പുരാണം എഴുതാനുള്ള ആ അവസരം ഒരുക്കി കൊടുത്തത് സുന്ദരമൂർത്തി സ്വാമികളാണ്. സുന്ദരമൂർത്തി സ്വാമികളുടെ തിരുത്തൊണ്ടത്തൊക എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. ശിവൻ്റെ ആജ്ഞയാൽ എഴുതപ്പെട്ടതാണ് അത്രേ തിരുത്തൊണ്ടത്തൊക. അതിൽ 62 ശിവയോഗിമാരെ കുറിച്ചിട്ട് ശിവനിർദ്ദേശത്താൽ രചിച്ച, സുന്ദരമൂർത്തി സ്വാമികൾ രചിച്ച ഒരു കൃതിയാണ് തിരുത്തൊണ്ടത്തൊക. അതിനെ മാതൃകയാക്കിക്കൊണ്ടാണ് പിന്നീട് ചേക്കിഴാർ 63 ശിവയോഗികളെക്കുറിച്ച് ജീവചരിത്രം എഴുതിയ പെരിയ പുരാണം പുറത്തു വരുന്നത്. അതിൽ 63ാമത്തെ യോഗിവര്യനായിട്ട് കൂട്ടിയത് സുന്ദരമൂർത്തി സ്വാമികളെയാണ്. തിരുത്തൊണ്ടത്തൊകയിൽ സുന്ദരമൂർത്തി സ്വന്തം കഥകൾ പരിപൂർണമായും മറച്ചു വച്ചിരിക്കുകയാണ്. എന്നിട്ട് 62 യോഗിമാരെ കുറിച്ച് എഴുതി. അതേസമയം ചേക്കിഴാർ ഈ 63ാമത്തെ യോഗീവര്യനായ സുന്ദരമൂർത്തി സ്വാമികളെ കൂടി പെരിയ പുരാണത്തിലെ ആദ്യത്തെ യോഗിയായിട്ട് കരുതി വർണ്ണിച്ച് പാടുന്നുണ്ട്. മാത്രമല്ല, സുന്ദരമൂർത്തി സ്വാമികൾ എഴുതിയ പാടലുകളെക്കുറിച്ചും അതെഴുതാനുണ്ടായ സന്ദർഭങ്ങളെക്കുറിച്ചിട്ടും ശിവ ഭഗവാനുമായി സുന്ദരമൂർത്തികൾ നടത്തിയ സഖമാർഗം, ആ സുഹൃത്ത് ബന്ധം എത്ര അഗാധവും തീക്ഷ്ണവുമായിരുന്നു എന്നും വ്യക്തമാക്കാൻ ചേക്കിഴാർ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, സുന്ദരമൂർത്തി സ്വാമികൾ എഴുതിയ 30,000 പാടലുകളുണ്ട്.
ആ 30,000 പാടലുകളിൽ 1000 പാടലുകൾ മാത്രമേ കണ്ടുകിട്ടിയുള്ളൂ. ഈ 1000 പാടലുകളും ശിവഭഗവാനുമായി നടത്തിയ സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥകളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമുണ്ട്. അതായത് ഈ സുന്ദരമൂർത്തി സ്വാമികൾക്ക് വിവാഹം നിശ്ചയിക്കുകയും അങ്ങനെ ശിവൻ ആദ്യം തടയുകയും ചെയ്തു. ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്ന് ഒരു ഭ്രാന്തൻ്റെ ആകൃതിയിൽ വന്നിട്ട് ആ വിവാഹം തടഞ്ഞു. അപ്പോൾ തടഞ്ഞപ്പോൾ സുന്ദരമൂർത്തികൾക്ക് ദേഷ്യം വന്നു. സുന്ദരമൂർത്തി ഈ വൃദ്ധനെ ഭ്രാന്ത എന്ന് വിളിക്കുന്നു. ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ട് പിത്തൻ, തമിഴിൽ അതിന് വാക്ക് പിത്തൻ എന്നാണ്, ഭ്രാന്തന് പറയുന്ന വാക്ക്. അങ്ങനെ പിത്ത എന്ന് വിളിച്ച് ഈ ബ്രാഹ്മണനെ ശകാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് വൃദ്ധനല്ല, മറിച്ച് സാക്ഷാൽ ശിവഭഗവാനാണ് എന്ന് സുന്ദരമൂർത്തികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉടനെ തന്നെ സുന്ദരമൂർത്തി സ്വാമികൾ ഈ ശിവഭഗവാന്റെ മുമ്പിൽ ക്ഷമാപണം ചെയ്യുകയാണ്. അപ്പോൾ ശിവഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, എന്നെ ആദ്യം വിളിച്ചതെന്താ? പിത്ത എന്നല്ലേ, ഭ്രാന്ത എന്നല്ലേ വിളിച്ചത്. അതുകൊണ്ട് പിത്ത എന്ന് പാടിക്കൊണ്ട് ഒരു ശ്ലോകം, ഒരു തേവാരം എന്നെപ്പറ്റി എഴുതൂ എന്ന് പറഞ്ഞു. സുന്ദരമൂർത്തി സ്വാമികളുടെ 1000 പാടലുകളും നമുക്ക് 7-ാം തിരുമുറയിൽ കിട്ടുന്നുണ്ട്. 7-ാം തിരുമുറ, 12 തിരുമുറകളിലെ പ്രധാനപ്പെട്ട ഒരു തിരുമുറയാണ് 7-ാം തിരുമുറ. ആ 7-ാം തിരുമുറയിൽ സുന്ദരമൂർത്തി സ്വാമികളുടെ 1000 പാടലുകളും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ആദ്യ പാടലെടുക്കുക. ഇത് ശരിക്കും ശിവൻ്റെ നിർദ്ദേശമനുസരിച്ച് പിത്ത എന്ന് വിളിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ്. പിത്ത പിറൈ ചൂടി പെരുമാനേ അരുളാള എത്താൻ മറവാതെ നിനക്കിன்றேன் മനത്തുന്നൈ வைத்த பெண்ணை தன்பல் வெண்ணை நல்லூர் அருள் துறையூர் அத்தா ഉനക്കാളയിനി അല്ലേൻ എന്നെല്ലാമേ എന്നാണ് ആദ്യം പാടിയ പാട്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. പിത്ത പൊന്മതി ചൂടിയ ഭഗവാനെ, ചന്ദ്രക്കല ചൂടിയ ഭഗവാനെ, കരുണാബ്ധ അങ്ങയെ സന്തതം മറയ്ക്കാതെ നനയ്ക്കുന്നേ ഞാൻ എൻ്റെ അകതാരിൽ പിനാകിയെ പുകഴ്ത്തിക്കൊണ്ട് അരുൾ തിങ്ങും വെണ്ണെല്ലൂരിൽ വാഴും അപ്പ, അരുൾ നെല്ലൂരിൽ വാഴുന്ന അല്ലയോ അപ്പ, അങ്ങേക്ക് ഞാൻ അടിമയാണ് എന്നാണ് പാടിയത്. അപ്പോൾ ഇവിടെ ആദ്യം അടിമഭാവമായിരുന്നു, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ദാസമാർഗമായിരുന്നു. ദാസമാർഗത്തിൽ നിന്ന് പ്രമോഷൻ കിട്ടി സഹമാർഗത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ദാസമാർഗമാണ് ശിവനോടുണ്ടായിരുന്നത്. കൂടുതൽ അടുക്കുന്തോറും ഈ ദാസമാർഗം സഖമാർഗത്തിലേക്ക് വഴുതി മാറുകയാണ് ഉണ്ടായത്. ഇതാണ് ആദ്യത്തെ പാടൽ. ഇത് കഴിഞ്ഞിട്ട് സഖമാർഗത്തിലെത്തുമ്പോഴും അദ്ദേഹം കവിത രചിക്കുന്നുണ്ട്. രസകരമാണ് സംഭവം. അതായത് സുന്ദരമൂർത്തി സ്വാമികളുടെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ സുഹൃത്തായ ശിവനോട് ചോദിക്കുകയാണ്, അല്ലയോ ശിവഭഗവാനെ, അങ്ങ് എൻ്റെ കാഴ്ച എടുത്തില്ലേ, പകരം എനിക്കൊരു വടിയെങ്കിലും തരാമായിരുന്നില്ലേ, എന്ത് തോന്നിവാസമാണ് അങ്ങ് കാണിച്ചത് എന്ന് പരിഭവമട്ടിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പാടൽ നമുക്ക് പിന്നീട് കാണാം. മാത്രമല്ല, ഇതിനേക്കാൾ രസകരമായ സംഭവം സുന്ദരമൂർത്തി സ്വാമികളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. സുന്ദരമൂർത്തി സ്വാമികൾ തിരുവാരൂരിൽ താമസിക്കുന്ന കാലത്ത് സുന്ദരമൂർത്തി സ്വാമിക്ക് ഒരു സ്ത്രീയോട് കൂടുതൽ സ്നേഹം തോന്നുകയാണ്. ശാങ്കിലി എന്ന് പറഞ്ഞൊരു സ്ത്രീയോട് സുന്ദരമൂർത്തി സ്വാമികൾക്ക് വളരെയേറെ പ്രിയം തോന്നുകയാണ്. ആ സമയം ശാങ്കിലിയുടെ അടുത്ത് വിവാഹപ്രാർത്ഥന നടത്തിയപ്പോൾ പറഞ്ഞു, അങ്ങ് ഇതിനു മുമ്പൊരു വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ, പരവ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടില്ലേ,
പിന്നെ എൻ്റെ അടുത്ത് വരുന്ന എങ്ങനെയാണ്, 2 ഭാര്യമാരെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല, അങ്ങനെ രണ്ടാമത്തെ ഭാര്യയാകാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ സുന്ദരമൂർത്തി സ്വാമികൾ പറഞ്ഞു, ശരി, ഞാൻ എൻ്റെ ആദ്യ ഭാര്യയുടെ അടുത്തേക്ക് ഇനി പോകില്ല, നിൻ്റെ അടുത്ത് മാത്രം തിരുവാരൂർ വിട്ട് ഞാൻ എങ്ങും പോകാതെ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ആദ്യ ഭാര്യയായ പരവയെ കാണുന്ന ആഗ്രഹം തോന്നി. പരവയുടെ അടുത്തേക്ക് സുന്ദരമൂർത്തി സ്വാമികൾ പോയി. ഇത് ശാങ്കിലി അറിയുകയും ശാങ്കിലി തിരിച്ചു വന്ന സുന്ദരമൂർത്തി സ്വാമികളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. ഇനി അങ്ങൻ്റെ ഭർത്താവല്ല, തിരിച്ചു പോയിക്കൊള്ളൂ, ഇനി എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞു. ഇത് സുന്ദരമൂർത്തി സ്വാമികൾക്ക് വലിയ വിഷമമായി. സുന്ദരമൂർത്തി സ്വാമികൾ തൻ്റെ സുഹൃത്തായ ശിവൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഭാര്യ ശാങ്കിലി എന്നെ സ്വീകരിക്കുന്നില്ല, അങ്ങൊരു കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്ത് അവളെ വീണ്ടും എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ സുഹൃത്തായ സുന്ദരമൂർത്തി സ്വാമിക്ക് വേണ്ടി ശ്രീ ഭഗവാൻ ശാങ്കിലിയുടെ അടുത്തേക്ക് റെക്കമെൻഡേഷനുമായിട്ട് ചെല്ലുകയാണ്. ആദ്യം വേഷം മാറിയിട്ടാണ് ചെന്നത്. പിന്നെ പറഞ്ഞു, ഞാൻ ശിവനാണ്, നീയും എൻ്റെ ഭക്തയാണല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയാം. പണ്ട് പാർവതിയുടെ ചേടിയായിരുന്നു നീ. 2 ചേടിമാർ, അതായത് 2 തോഴിമാർ, പാർവതിക്ക് 2 തോഴിമാരുണ്ടായിരുന്നു. അതിലെ 2 തോഴിമാരെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഞാനിവർക്ക് ഇദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരുന്നു. ഭൂമിയിൽ തിരുവാരൂരിൽ വന്ന് നീ ജനിക്കുമെന്നും ആ സമയം നിനക്ക് വിവാഹം കഴിക്കാൻ കഴിയുമെന്നും ഞാനന്ന് ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെ പാർവതിമാരുടെ 2 തോഴിമാരാണ് പരവയും ശാങ്കിലിയായ നീയും. അന്ന് ഞാൻ കൊടുത്ത വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറ്റേണ്ടത്, അതുകൊണ്ട് നീ സുന്ദരമൂർത്തിയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശിവഭഗവാൻ കഴിഞ്ഞ ജന്മത്തിലെ സംഭവങ്ങളെല്ലാം നേരിട്ട് ശാങ്കിലിയോട് പറഞ്ഞപ്പോൾ ശാങ്കിലിക്ക് ഭർത്താവിനോട് സ്നേഹം തോന്നി. കഴിഞ്ഞ ജന്മത്തിൽ തുടങ്ങിയ ബന്ധമാണിത്. അതുകൊണ്ട് ശിവഭഗവാന്റെ അനുഗ്രഹാശസ്സുകളുടെ സുന്ദരമൂർത്തി ഭഗവാന്റെ കൂടെ ശാങ്കിലിയുടെ വീട്ടിൽ വരികയും അങ്ങനെ ഒരു സൗഭാഗ്യപൂർണമായ കുടുംബജീവിതം പുനരാരംഭിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒരു പാടൽ എഴുതിയിട്ടുണ്ട്. ആ പാടൽ ശിവൻ അടുത്തുള്ളപ്പോൾ എഴുതിയതാണ്. ആ പാട്ടിൻ്റെ മലയാള അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: ബന്ധവും മുക്തിയും അവിടെ നിന്ന് അരുളുന്നല്ലോ, എനിക്ക് ബന്ധം നൽകിയതും അങ്ങ്, മുക്തിയും നൽകിയത് അല്ലയോ സുഹൃത്തായ ഭഗവാൻ അങ്ങാണ് എന്ന് പറയണം. ഇതാണ് സുഹൃത്ത് ഭാവത്തിലുള്ള സഖമാർഗത്തിലുള്ള ഭക്തി. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന സഖമാർഗത്തിലുള്ള ഭക്തിക്ക് ഗോപികമാരുടെയും ശ്രീകൃഷ്ണൻ്റെയും ഭക്തിയാണ്. അവിടെ പലപ്പോഴും ഗോപിമാർ ശ്രീകൃഷ്ണനെ സുഹൃത്ത് എന്ന നിലയിൽ, സഖാവ് എന്ന നിലയിൽ ആരാധിക്കുകയും ബഹുമാനിക്കുകയും കൂടെ കളിക്കുകയും എല്ലാം ചെയ്യുന്നു. ഭാഗവതത്തിൽ മാത്രമല്ല, പിന്നെ ഭഗവത്ഗീതയിലും ഒരു രംഗമുണ്ട്. അതായത് വിശ്വരൂപ ദർശനം കിട്ടിയപ്പോൾ അർജുനൻ ഭഗവാനെ 4 പാട് നിന്നും, അതായത് മുന്നിൽ നിന്നും പുറകിൽ നിന്നും എല്ലാം തന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഭഗവാൻ, ഇതേവരെ ഞാൻ അങ്ങയെ ഒരു സുഹൃത്തായിട്ടാണ് കണ്ട് പെരുമാറിയത്, ഇപ്പോഴാണ് അങ്ങയുടെ വിശ്വരൂപ ദർശനം കണ്ടതോടുകൂടി ഞാൻ ആകെ മാറിപ്പോയിരിക്കുന്നു, ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം. അപ്പോൾ സഖമാർഗത്തിലൂടെയാണ് അർജുനനും ശ്രീകൃഷ്ണനോട് ആദ്യമൊക്കെ പെരുമാറിയത്. പക്ഷെ പിന്നീട് അത് ഭക്തി, വളരെ വലിയൊരു ഭക്തിയായിട്ട് മാറുന്ന കാഴ്ച നാം കാണുന്നു. ഇതുതന്നെയാണ് ഗോപിമാരുടെ കാര്യത്തിലും നാം കാണുന്നത്. നമുക്ക് ഇനി കവിതയിലേക്ക് കിടക്കാം. ഈ തോഴമാർഗത്തിലെ, സഖമാർഗത്തിലെ ഏറ്റവും ആദ്യത്തെ കവിത എടുക്കാം. സന്മാർഗമത്രേ ജഗന്മാർഗവുമെന്നുരയ്ക്കാം, ഈ മാർഗം തന്നെ മുക്തിസിദ്ധിക്കുള്ളിൽ വയ്ക്കും, മറ്റു മാർഗങ്ങളെല്ലാം തീരാത്ത ജനിമൃതി കുറ്റത്തിനെന്നും തന്നെ ആളാക്കി തീർത്തിയിടുന്നു. മറ്റെല്ലാ മാർഗങ്ങളും
മറ്റെല്ലാ ഭക്തി മാർഗങ്ങളിലും എന്തുണ്ട്? തീരാത്ത ജനിമൃതി ഉണ്ടാക്കി തീർക്കാം. മറ്റേത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും തീരാത്ത ജനിമൃതികൾ, ജനന മരണങ്ങൾ വീണ്ടും വീണ്ടും ഭക്തന് അനുഭവിക്കേണ്ടി വരും. എന്നാൽ സന്മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർക്കും സഖമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർക്കും വളരെ പെട്ടെന്ന് ഈശ്വര സായുജ്യം കിട്ടും. ഈ മാർഗം തന്നെ മുക്തിസിദ്ധിക്ക് കരുവായിത്തീരും. അപ്പോൾ മുക്തിസിദ്ധിക്കുള്ള ഏറ്റവും എളുപ്പവും ഏറ്റവും ശ്രദ്ധേയവുമായ 2 വഴികൾ സന്മാർഗവും സഖമാർഗവുമാണ്. മറ്റു മാർഗങ്ങൾ മോശമാണെന്നല്ല പറഞ്ഞത്. ദാസമാർഗമുണ്ട്, അതുപോലെ പിതൃപുത്ര ഭാവമുണ്ട്. ആ ഭാവങ്ങളെല്ലാം തന്നെ മോക്ഷത്തിലേക്ക് നയിക്കും. പക്ഷേ വളരെ എളുപ്പത്തിൽ ഒരു ഷോർട്ട് കട്ടാണ്. എളുപ്പത്തിൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടാനുള്ള 2 മാർഗങ്ങൾ സന്മാർഗവും സഖമാർഗവുമാണ്. ഇതാ നോക്കൂ, യോഗസമാധിക്കുള്ളിൽ താൻ സ്വയം ബൃഹത്താവും, യോഗസമാധിക്കുള്ളിൽ താൻ ഉൾപ്രകാശം കാണും, യോഗസമാധിക്കുള്ളിൽ താൻ ആത്മസ്വരൂപത്തെ ഭാഗധേയത്താൽ കണ്ടിടുന്നവൻ സിദ്ധരാകും. ഇനി പറയണം, ഈ സഖമാർഗത്തിലൂടെ വളരെ പെട്ടെന്ന് ഏത് മാർഗത്തിലേക്ക്? യോഗസമാധിയിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ഭഗവാനുമായിട്ട് സുഹൃത്ത് ബന്ധത്തിലൂടെ വളരെ പെട്ടെന്ന് യോഗസമാധിയിലേക്ക് കടക്കാൻ കഴിയും. അങ്ങനെ ബൃഹത്തായ ആ സാക്ഷാത്കാര യോഗസമാധിക്കുള്ളിൽ തൻ ഉൾപ്രകാശം കാണും. തൻ്റെ ഉള്ളിൽ ആ പ്രകാശം, ശിവപ്രകാശം, ശിവജ്യോതിയെ കാണാൻ കഴിയും. യോഗസമാധിക്കുള്ളിൽ തൻ ആത്മസ്വരൂപത്തെ കാണാൻ കഴിയും. ആ യോഗസമാധി ചെയ്യുമ്പോൾ ഉള്ളിൽ ആത്മസ്വരൂപം, ആത്മശിവൻ തെളിഞ്ഞ് വരും. പിന്നെയോ ഭാഗധേയത്താൽ കണ്ടിടുന്നവൻ സിദ്ധരാകും. അങ്ങനെയുള്ളവർ പെട്ടെന്ന് സിദ്ധ മാർഗത്തിലേക്ക്, സിദ്ധന്മാരുടെ തലത്തിലേക്ക് ഉയരുന്നതാണ്. അപ്പോൾ ഒരു സിദ്ധൻ എന്ന് പറയുന്നത് ശിവനുമായി സഖമാർഗത്തിലൂടെ യോഗസമാധിയിൽ പ്രാപിക്കുമ്പോഴാണ്. അപ്പോൾ സന്മാർഗത്തിലൂടെയും സഖമാർഗത്തിലൂടെയും യോഗസമാധിയിൽ പ്രാപിക്കുന്ന ഒരു സിദ്ധൻ്റെ ഉള്ളത്തിൽ ഉൾപ്രകാശം കാണും. ശിവജ്യോതി വളരെ പെട്ടെന്ന് തെളിഞ്ഞ് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ നോക്കൂ, യോഗഭോഗങ്ങൾ 2 യോഗിമാർക്കുണ്ടാകിയിടും. യോഗമോ ശിവസ്വരൂപത്തിനകം ചേർന്നതാകും, ഭോഗമോ ഭുവനത്തിൽ പുരുഷാർത്ഥസിദ്ധിയാവും. ഭോഗയോഗങ്ങൾ 2 യോഗിമാർക്കുണ്ട്. അപ്പോൾ ഒരു യോഗിക്ക്, ഇങ്ങനെയുള്ള സഖമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു യോഗിക്ക് യോഗസമാധിയോടൊപ്പം എന്ത് കിട്ടുന്നു? ഭോഗസുഖങ്ങളും ലഭിക്കുന്നു. കണ്ടോ, യോഗഭോഗങ്ങൾ 2 യോഗിമാർക്കുണ്ടായിടും. ഇത്തരത്തിലുള്ള യോഗിമാർക്ക് ഭോഗസുഖവും യോഗസുഖവും ഒരുമിച്ച് കിട്ടുന്നു. അപ്പോൾ ലൗകിക ജീവിതത്തിലെ ഭോഗങ്ങളെയും അതേപോലെ ആത്മീയ ജീവിതത്തിലെ സാക്ഷാത്കാരത്തെയും ഒരേപോലെ സാക്ഷാത്കരിക്കാൻ ഈ യോഗിമാർക്ക് കഴിയുന്നു. അപ്പോൾ ഈ പ്രപഞ്ച ജീവിതത്തെ ഭോഗസുഖങ്ങളെ ആസ്വദിച്ചുകൊണ്ട് തന്നെ, ഭോഗസുഖങ്ങളിൽ തന്നെ മുഴുകി ജീവിച്ചുകൊണ്ട് യോഗസമാധിയിലേക്കും ഉയരാൻ കഴിയും. അതായത് ഭൗതികവും ആത്മീയവുമായ ജീവിതത്തെ സമന്വയിപ്പിക്കാൻ സഖമാർഗത്തിലൂടെയുള്ള ഒരു യോഗിക്ക് കഴിയുന്നു. അതായത് ശൈവ സിദ്ധാന്തത്തിൽ 2 തരം ശിവന്മാരെ പറ്റി പറയുന്നുണ്ട്. 2 അല്ല, പലതരം ശിവന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിലൊന്ന് ഭോഗശിവനാണ്, മറ്റൊന്ന് യോഗശിവൻ, യോഗേശ്വരനായ ശിവനും ഭോഗേശ്വരനായ ശിവനും. നമ്മുടെ ക്ഷേത്രങ്ങളിൽ പലതും ഈ ഭോഗശിവനെയാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ വീടിനടുത്തുള്ള പെരുവാരം ശിവക്ഷേത്രത്തിൽ ശിവനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളത് പാർവതീദേവിക്കാണ്. അങ്ങനെ ശിവനെയും പാർവതിയെയും പിന്നെ തൊട്ടടുത്ത് ഗണപതിയുണ്ട്. അപ്പോൾ ഈ 3 പേരും, അതിന് നേരെ എതിർവശത്ത് മന്നം ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെയും കാണാം. അച്ഛൻ മകനെ സുബ്രഹ്മണ്യ സ്വാമിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു, സുബ്രഹ്മണ്യ സ്വാമി അച്ഛൻ ശിവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് വർഷത്തിൽ ഉത്സവ സമയത്ത് സുബ്രഹ്മണ്യ മകനെ കാണാൻ വേണ്ടി ഈ ശിവൻ ആനപ്പുറത്ത് മന്നത്തേക്ക് പോയി
ശരവണഭവനെ കാണുന്നു. എന്നിട്ട് തിരിച്ച് ശരവണഭവനെയും കൂട്ടിക്കൊണ്ട് പെരുവാരം ശിവക്ഷേത്രത്തിലേക്ക് വരുന്നു. ഇതാണ് ഐതിഹ്യം. അപ്പോൾ എന്താ ശിവകുടുംബം? ഏറ്റവും വലിയ മാതൃകാ കുടുംബം എന്ന് പറയുന്നത് ശിവകുടുംബമാണ്. ശിവപാർവതിമാരും ലോകത്തിൻ്റെ മുഴുവൻ ആദി പിതാക്കളാണ്. ജഗതഃ പിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്നാണ് മഹാകവി കാളിദാസൻ പാടുന്നത്. ജഗത്തിൻ്റെ മുഴുവനും ആദി പിതാക്കളായ ശിവനെയും പാർവതിയെയും ഞാനിതാ നമിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും ഈ ശിവകുടുംബത്തെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഭോഗശിവൻ്റെ ചിത്രം. അതേസമയം യോഗസമാധിയിലിരിക്കുന്ന യോഗ ശിവനുമുണ്ട്. അത് അതിൻ്റെ ഉത്തുംഗമായ അവസ്ഥയാണ്. ഇവിടെ നമുക്ക് നളിനി എന്ന കാവ്യം എടുത്തു നോക്കുമ്പോൾ ഇത് കാണാം. ഹിമാലയത്തിൻ്റെ അധിക തുംഗപദത്തിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്ന ദിവാകരൻ എന്ന ശിവയോഗി കാണുന്നത് നളിനിയെയാണ്. അങ്ങനെ മുകളിൽ കൈലാസത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ദിവാകരയോഗി താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുന്നു നളിനിയെ കാണാൻ വേണ്ടി, ഏതോ അഭൗമമായ തേജസ്സിനാൽ. എന്നിട്ടാണ് ആ നളിനി കാവ്യം രചിക്കപ്പെടുന്നത്. അവിടെ താമരപ്പൊയ്കയുടെ അടുത്ത് വെച്ചിട്ട് സോമിയാം രവിയെ നോക്കി നിൽക്കുമെൻ താമരേ തരളവായു ഏറ്റു നീ ആമയം തടവിടായിക തൽക്കരസ്തവമുണ്ട് തിരിയുന്ന ദിക്കിലും എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ്, എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദിവാകരൻ താഴേക്ക് ആ സിദ്ധികളുടെ അതിർത്തികയിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അതായത് യോഗശിവൻ ഭോഗശിവനായി താഴ്ത്ത തലത്തിലേക്ക് വന്ന് നളിനിയെയും കൂട്ടി മുകളിലേക്ക് പോകുന്ന ചിത്രം ഇതാണ്. അതായത് പരമാത്മാവായ ശിവൻ താഴെ ഇറങ്ങി ജഗത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യരെ വീണ്ടും ആത്മീയതയുടെ ഉന്നതങ്ങളിൽ കൈലാസ ശൃംഗങ്ങളിൽ കൊണ്ട് എത്തിക്കുന്നു. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.